വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയ കുക്കിങ്ങുമായിട്ട് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ക്യാപ്സിക്കം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതിനെ ബെൽ പെപ്പർ എന്നും സ്വീറ്റ് പെപ്പർ എന്നും ഒക്കെ വിളിക്കാറുണ്ട്. ആക്ച്വലി നമ്മൾ ക്യാപ്സിക്കത്തെ വെജിറ്റബിളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇത് വെജിറ്റബിളിൻ്റെ കൂട്ടത്തിലല്ല, ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിലാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നൈറ്റ് ഷെയ്ഡ് ഫാമിലിയുടെ കൂട്ടത്തിലുമാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നൈറ്റ് ഷെയ്ഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിലാണ് ഇതിൻ്റെ ഗ്രോത്ത് കൂടുതലായിട്ട് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് നമ്മൾ നമ്മുടെ ചില്ലി പെപ്പേഴ്സും ടൊമാറ്റോ ആയിട്ടൊക്കെ റിലേറ്റഡ് ആണ് ഇത്. ഓക്കെ, ടൊമാറ്റോയുടെ ഒക്കെ ഒരു ഷേപ്പല്ലേ ഇത്. അപ്പോൾ അതുമായിട്ടൊക്കെ റിലേറ്റഡ് ആണ്. അതുകൊണ്ടായിരിക്കാം എല്ലാവരും ഇത് വെജിറ്റബിളായിട്ട് കണക്കാക്കുന്നത്. സൗത്ത് അമേരിക്കയാണ് ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് ആയിട്ട് പറയുന്നത്. പിന്നെ ഇത് പൊതുവേ ഒരു 4 ഷെയ്ഡിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ റെഡ് കളറിലും ഓറഞ്ച് കളർ, ഗ്രീൻ കളർ, യെല്ലോ കളർ, അങ്ങനെ ഒരു 4 കളറിലാണ് ബെൽ പെപ്പർ കാണപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മൾ കുക്ക് ചെയ്ത് വേണമെങ്കിലും കഴിക്കാം, റോ ആയിട്ട് വേണമെങ്കിലും ഇത് കഴിക്കാം. പിന്നെ ഇതിപ്പോൾ ഒരുപാട് പേരും ഉപയോഗിക്കാറുണ്ട്, സാലഡിൽ യൂസ് ചെയ്യാറുണ്ട്, സൂപ്പിലിടാറുണ്ട്, സ്റ്റെയർ ഫ്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാവരും ബെൽ പെപ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. വീഡിയോയിലോട്ട് പോയിട്ട് എൻ്റെ ഹെൽത്ത് ബെനിഫിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ബെനിഫിറ്റായിട്ട് പറയുന്നത്, ഇത് ബെൽ പെപ്പറിൽ എക്സലൻറ്റ് സോഴ്സ് ഓഫ് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനെ കരോട്ടിനോയിഡ് എന്നാണ് വിളിക്കുന്നത്. ഈ കരോട്ടിനോയിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സെൽ ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഹെൽത്ത്, കണ്ണിനുണ്ടാകുന്ന കാറ്ററാക്ട് പോലുള്ള അസുഖങ്ങളെ നിന്നും സംരക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ക്യാൻസർ, കൊളസ്ട്രോൾ, അനീമിയ, ഇൻഫ്ലമേഷൻ, ആർത്രൈറ്റിസ് രോഗങ്ങൾ, പിന്നെ അൾസീമിയസ്, പാർക്കിസൺ, അങ്ങനെ നിരവധി അസുഖങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലിയാണ് ഈ ബെൽ പെപ്പർ എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് ഇതിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ മീറ്റിലും ഇലക്കറികളും ഒക്കെ കാണുന്ന അയൺ കണ്ടൻറ്റ് പോലെ തന്നെ ഒരുപാട് അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് പച്ചയ്ക്ക് കഴിക്കുന്ന മൂലം അത്രയും അയണിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇത് വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ബോണിനെയും കാർട്ടിലേജ് സെൽസിനെയും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ, പറഞ്ഞാൽ തീരത്തില്ല, അത്രയ്ക്ക് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത്, ചില ആൾക്കാർക്ക് ഇത് അലർജി ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പം ഞാനിവിടെ ഒരു 4 കളേഴ്സിലെ പെപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കുക്കിങ്ങാണ്, ജസ്റ്റ് ഒരു വിഴുക്കാണ് കാണിക്കുന്നത് കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതെന്താണെന്ന്. കാരണം ഒന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വിഴുക്കാക്കാം, തോരൻ വെക്കാം, സ്റ്റെയർ ഫ്രൈ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ 4 പെപ്പേഴ്സിൻ്റെയും ഒരു ഹാഫ് എടുത്ത് ഒരു വിഴുക്ക് ആണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റും ആയിട്ടുള്ള നല്ല ഒരു ഒന്നാം തരം ഒരു വിഴുക്കാണ് കേട്ടോ. അപ്പം ഞാൻ 4ഉം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഹാഫാണ് എടുത്തത് കേട്ടോ, എല്ലാം കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 7-8 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ നന്നായിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ അതിനുശേഷം ഞാൻ ഇതിലേക്കൊരു 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. വലിയതല്ല, ഒരു മീഡിയം സൈസ് സവാളയും ഒരു ചെറിയ സവാളയും എടുത്തിട്ടുണ്ട്. അതും ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു തായ് ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് സ്വീറ്റ് പെപ്പറാണല്ലോ, ഇതിന് ചെറിയൊരു മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എരിക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രമിക്കണം, കാരണം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കടുക് വറുക്കുകയാണ്. കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റണം കേട്ടോ. അത് വഴറ്റിയിട്ട് വളരെ 5 മിനിറ്റ് പോലും വേണ്ട, 2 മിനിറ്റിനുള്ളിൽ ശരിയാവും കേട്ടോ. അത്ര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഇട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പെപ്പേഴ്സ് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വിഴുക്കാക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞപ്പോൾ ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ വിഴുക്ക് തോരനോ ഒന്നും വെച്ച് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്ര സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കുകയാണ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ കളറ് പോകാൻ പാടില്ല കേട്ടോ.
അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിലേക്ക് എടുത്ത് വെച്ച ഒരു ചില്ലിയാണ്, അതിനെ ഒന്ന് അരിഞ്ഞിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം. ഒരുപാട് നേരം വെച്ച് വേവിച്ച് കുഴയരുത്, കാരണം ഇത് നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്നതാണ് കേട്ടോ ശരിക്കും ബെൽ പെപ്പർ. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് വെച്ച് ആവി കയറ്റി ഉടൻ തന്നെ എടുക്കുക. ഉടനെ എടുത്ത് നമ്മൾ ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കുക്കിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പറയുന്നതിന് മുമ്പ് നമുക്കൊരു ഡിഷായി. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സബ്ജക്റ്റായിട്ട് കാണാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.